ഇന്ന് നമ്മളൊരു സിമ്പിൾ ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ബ്രെഡ് ആവിയിൽ വേവിച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോളാണിത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ച് 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 സവോള അതായത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റോസ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആണ്. അതൊരു 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ ഒരല്പം ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കയ്യിലില്ല എങ്കിൽ ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വേണ്ട. ക്യാബേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഒരുപാട് സമയം വേണ്ട, ചെറുതായിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ആ സമയം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മൈദാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ചിക്കൻ റോളിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നാലും നമുക്കിത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പൊട്ടിപ്പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്റ്റീമറിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും ഇതാ നന്നായിട്ട് കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതാ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തിയെടുക്കുക. പരത്തിയെടുക്കണ്ട, ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തിയെടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ നല്ല ഷീറ്റ് പോലെ നമുക്കിത് കിട്ടും. ഇനി ഇതിൻ്റെ 4 സൈഡും നമ്മളിതുപോലെ ഒന്ന് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ല, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ആദ്യം തന്നെ എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഫുള്ളായിട്ട് നമ്മൾ ആവിയിൽ ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടും ഷീറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല കുഴഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു വശത്തോട്ടായിട്ട് ഇതുപോലെ നീളത്തിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫില്ലിംഗ് ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെള്ളം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമായിട്ട് ഒരല്പം മൈദാപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താലും മതി. നമ്മളിപ്പോൾ വെള്ളം വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ 2 മുട്ട മറ്റൊരു ബൗളിൽ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും മുട്ടയിൽ വീണ്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ 2ാമത്തെ തവണയും നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇതുപോലെ എല്ലാം തന്നെ ആദ്യം റെഡിയാക്കി വെക്കാം, പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ റോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കാം. മീഡിയത്തിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. മീഡിയത്തിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പതിയെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.